ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മല്ലാത്ത് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ ഒരു പുതിയ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ പൊട്ടറ്റോ പട്ടാണി പാൽക്കറി. അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് എന്തൊക്കെയാണ് ചേരുവകളെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു 400 ഗ്രാം ഉരുളക്കിഴങ്ങ് നല്ലപോലെ വേവിച്ചിട്ട് നല്ല തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ച പട്ടാണി അത് ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ്, അത് പേസ്റ്റ് ചെയ്യാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ 1 കപ്പ്, അതിൻ്റെ കൂടെ 3-4 പച്ചമുളക്, പിന്നെ പെരിഞ്ജീരകം, ഇഞ്ചി പൂണ്ട് പേസ്റ്റ്, തക്കാളി, ഒരു ചെറിയ തക്കാളി, അതിന് വലിയ തക്കാളി ഒന്നും വേണ്ട, ഒരു ചെറിയ തക്കാളി, പിന്നെ കസകസ പേസ്റ്റിൻ്റെ കൂടെ അരയ്ക്കാൻ, പിന്നെ ഒരു നീളത്തിൽ വലിയൊരു സവാള അരിഞ്ഞു വെച്ചത്. ഇത്രയാണ് ഇതിൻ്റെ ചേരുവകൾ. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനി നമുക്ക് ഈ തേങ്ങ നല്ലപോലെ പേസ്റ്റ് ചെയ്ത് അതിന് എടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ തേങ്ങ പേസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ട ചേരുവകൾ ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3 പച്ചമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ കാഷ്യൂനട്ട് ഇടാം. ഇത് ഞാൻ കസകസയാണ് ഇട്ടിരിക്കുന്നത്. 1 സ്പൂൺ അതിട്ടിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകപ്പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ പേസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനത് നല്ലപോലെ ആ തേങ്ങ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാൽക്കറി റെഡിയാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാൻ തവ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിൽ പിന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ഉടനെ പട്ട, ഗ്രാമ്പു, ഏലക്കായി 2 എണ്ണം, പെരിഞ്ജീരകം ഇടാം. ഞാൻ പെരിഞ്ജീരക പൊടി അതിൻ്റെ അടുത്തുള്ളതുകൊണ്ട് അത്. പിന്നെ ഞാൻ ഒരു സവാള വലുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം. കിഴങ്ങിൽ ഉപ്പിട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇടാം നമുക്ക്. കിഴങ്ങ് വേവിക്കുമ്പോൾ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 1 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് അതിൻ്റെ പച്ചവാസന മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ പച്ചവാസന മാറിയ ഉടനെ, കുറച്ച് സ്മെല്ല് പോയ ഉടനെ നമുക്ക് ഒരു മീഡിയം സൈസ് ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം. അധികം തക്കാളി വേണ്ട ഇതിന്, ചെറിയ തക്കാളിയാണ്. തക്കാളി ഇട്ട് കൊടുത്തു. അതൊന്ന് നല്ലപോലെ വെന്ത ഉടനെ നമുക്ക്
1 കപ്പ് പച്ചപ്പട്ടാണി, ഗ്രീൻ പീസ് എന്ന് പറയുക, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാണ് ഉണക്കുകയാണെങ്കിൽ നമ്മൾ 2 മണിക്കൂർ കുതിർത്തി വെച്ചിട്ട് പിന്നെ ഒരു 4 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടും ചേർക്കാം, അതും ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഞാൻ പച്ച ഗ്രീൻ പീസാണ്. അതൊന്ന് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. രണ്ട് നിമിഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ്, തേങ്ങാ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഒരുപാട് വെള്ളം ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാം, പക്ഷേ ഇത് കട്ടിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ തേങ്ങ അരച്ചൊഴിച്ചു. ഇനി നമുക്ക് കിഴങ്ങ് വേവിച്ച് വെച്ചതിട്ട് കൊടുക്കാം. കിഴങ്ങ് ആദ്യം തന്നെ വെന്തത് കൊണ്ട് ഇപ്പം നമുക്ക് ഒരുപാട് വേവിക്കണം എന്നില്ല. മസാല അതിൻ്റെ കൂടെ ഒന്ന് ചേർന്നാൽ മതി. കുറച്ച് വെള്ളം ചേർത്തു. വെള്ളം ചേർക്കണ്ട, ഇതിന് കുറച്ച് നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ അത്ര വെള്ളം ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ ഇത് കട്ടിയുള്ള ഒരു ഡിഷാണ്. പിന്നെ അപ്പത്തിനൊക്കെ വേണം, ചോറിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. അപ്പം ഇത് ഒരുപാട് വേവണമെന്നില്ല. മസാലയൊന്നും എല്ലാം കൂടി ഒന്ന് പിടിച്ച്, ഇതിനിപ്പോൾ എരിവെന്ന് പറഞ്ഞാൽ ആ പച്ചമുളക് മാത്രമേ ഉള്ളൂ. വേറെ ഇതിൽ എരിവൊന്നും ഇതിൽ ചേർത്തിട്ടില്ല, മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. ഇത് അപ്പോൾ ഇടിയപ്പം എല്ലാം ഇടിയപ്പത്തിനൊക്കെ കൂട്ടി കഴിക്കാനുള്ള ഒരു ഡിഷാണ്. ചോറിനാണെങ്കിൽ നല്ല തീയൽ, കാരക്കുഴമ്പ് അങ്ങനത്തെ ഉള്ളതിന് കൂട്ടി കഴിക്കാൻ നന്നായിരിക്കും. ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കൂ. അടിപൊളിയായിട്ടുള്ള ഒരു പാൽക്കറി, ഉരുളക്കിഴങ്ങ് പട്ടാണി പാൽക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പുണ്ടോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് വേണമെങ്കിൽ ഒരു ലേശം ചേർക്കാം, ലൈറ്റായിട്ട് കുറച്ച് ഉപ്പ് കുറവാണ്. ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി റെഡിയായി. ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കൂ. ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് കമൻസ് അറിയിക്കൂ. ഇനി അടുത്തൊരു നല്ലൊരു ഡിഷുമായി നിങ്ങളെ കാണാം. താങ്ക് യു.